ഹലോ, സേ ചിയേഴ്സ്. ഇന്നത്തെ റെസിപ്പി ഒരു ഉപ്മാവാണ്. ഞാനൊരു മില്ലറ്റ് കൊണ്ടാണ് ഈ ഉപ്മാവ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഉപ്മാവ് ഉണ്ടാക്കാൻ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ബാർണിയാർഡ് മില്ലറ്റാണ്. ഗൂഗിളിൽ പറയുന്നത് ബാർണിയാർഡ് മില്ലറ്റിൻ്റെ മലയാളം പേര് കവടപ്പുല്ല് എന്നാണ്. ഇവിടെ മറാഠിയിൽ അതിനെ ബാഗർ എന്ന് പറയുന്നത് ഈ കവടപ്പുല്ലിന്. ഈ ഉപ്മാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് 125 ml കപ്പിൽ 1 കപ്പ് മില്ലറ്റാണ്. അതിനെ നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റി വെക്കുക. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കണം. ഉഴുന്നിൻ്റെ കളറൊന്ന് മാറുമ്പോഴേക്കും 2-3 പച്ചമുളക് വട്ടത്തിൽ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഇഞ്ചി ഒന്നിലും ചെറുതായി അരിയുക അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് അതിനെ ചേർത്ത് കൊടുക്കുക. 1 കൊത്ത് കരുവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കണം. ഇതൊക്കെ തീ ചുരുക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് അതിനെ ഇളക്കിയെടുക്കുക. മില്ലറ്റ്സ് ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക്, വെയിറ്റ് കുറയ്ക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ ഉപയോഗപ്പെടുന്നതാണ്. ഉള്ളി വേണം എന്നുള്ളവർ ഈ സ്റ്റേജിൽ ചെറുതായി അരിഞ്ഞ് 1 മീഡിയം സൈസ് ഉള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളി ചേർത്താണെങ്കിൽ അതൊന്ന് വതങ്ങി വന്ന ശേഷം നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ക്യാരറ്റും പച്ചപ്പട്ടാണിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബാർണിയാർഡ് മില്ലറ്റിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് ലോ ആണ്, കാലറി ലോ ആണ്. അതുകൊണ്ട് ഈ ഡയബറ്റീസുകാർക്കൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ ഫൈബർ നല്ലോണം ഉണ്ട്, അയേൺ കണ്ടൻറ്റ് നല്ലോണം ഉണ്ട്, ഗ്ലൂട്ടൻ ഫ്രീ ആണ്, അത് ഗ്ലൂട്ടൻ ഇല്ല. പച്ചക്കറി നന്നായി വെന്ത ശേഷം നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന ഈ മില്ലറ്റിനെ അതിൽ ചേർക്കും. എന്നിട്ട് ചെറുതായിട്ട് അതിനെ ഒന്ന് വറുത്തെടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ 3 കപ്പ് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഏത് കപ്പിൽ മില്ലറ്റ് എടുത്തു ആ കപ്പിൻ്റെ അളവ് തന്നെ എടുക്കണം, 3 കപ്പ്. പച്ചവെള്ളം ഒഴിക്കരുത്, ചുടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോളൂ. ഇനി അതിനെ ഒന്ന് ഇളക്കിയിട്ട് അതിലൊരു തിള വരുമ്പോൾ നമ്മൾ അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങ അറ്റ്ലീസ്റ്റ് 1 കപ്പെങ്കിലും ചേർത്ത്, ഒരു ചെറിയ ബൗൾ നിറച്ചെങ്കിലും ചേർത്തണം. തേങ്ങ കൂടുതൽ ചേർത്തണം അതിന് സ്വാദ്. പ്രത്യേകിച്ച് നമ്മളിതിൽ ഉള്ളി ചേർക്കാത്ത കൊണ്ട് അതിലിത്തിരി തേങ്ങ ചേർക്കുമ്പോഴാണ് സ്വാദ് കിട്ടുക. അതുപോലെ വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് കുറച്ച് കൂടുതൽ സ്വാദ് വരുന്നത്. പിന്നെ എണ്ണ ഇത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, നമ്മുടെ സൗകര്യമാണ്. തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കതിനെ അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കണം, വെള്ളം വറ്റിയോന്നൊന്ന് നോക്കണം. ഈ ബാർണിയാർഡ് മില്ലറ്റൊക്കെ ഡയബറ്റീസുകാർക്ക് എന്ന പോലെ ഹാർട്ട് പേഷ്യൻസിനും നല്ലതാണത്. ഈ മില്ലറ്റ്സൊക്കെ അസുഖക്കാർക്ക് മാത്രം ഉള്ളതല്ല കേട്ടുള്ളൂ. അസുഖം ഇല്ലെങ്കിലും ഇത് കഴിച്ചാൽ ദേഹത്തിന് വളരെ നല്ലതാണ്, അസുഖങ്ങളൊന്നും വരാതിരിക്കും. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങാനും വേവ് കുറവെന്ന് കണ്ടാൽ നമ്മളതിൽ കുറച്ചുകൂടെ ചുടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ അതിനെ അടച്ചു വെച്ച് വേവിക്കുക. ഞാനൊരു 1/4 കപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ചുടുവെള്ളം. മില്ലറ്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ പെസ്റ്റിസൈഡുകളൊന്നും ഉണ്ടാവില്ല അത്ര. അത് ഏത് സാഹചര്യത്തിലും വളരുന്നത് കൊണ്ട് അതിൽ പെസ്റ്റിസൈഡൊന്നും അടിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഏത് ലോക്കൽ സ്റ്റോറിനും നമുക്കിത് മേടിക്കാൻ വിശ്വസിച്ച്. ഓർഗാനിക് തന്നെ മേടിക്കണം എന്നൊന്നുമില്ല. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നമ്മുടെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് അതിനെ അടച്ച് വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കുന്ന ഈ റെസിപ്പി. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുള്ളൂ. താങ്ക് യു. ബൈ ബൈ.